ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉൽപ്പന്ന നിർമ്മാണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ സാധനങ്ങളും കൂടുതൽ രുചികരമാകുന്നതിനും അതുപോലെ തന്നെ കേടാകാതിരിക്കുന്നതിനുമായിട്ട് സ്വദേശി ടിപ്സ് എന്ന പേരിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ രുചികരമായ സ്ക്വാഷ് എങ്ങനെ ഉണ്ടാക്കാം പ്രമേഹമുള്ളവർക്ക് കഴിക്കുന്നതിന് വേണ്ടി എന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും കഴിക്കാവുന്ന, പൊതുവായിട്ട് കഴിക്കാവുന്ന മധുരമുള്ള രുചികരമായ സ്ക്വാഷ് കേടാകാതിരിക്കത്തക്ക രീതിയിൽ നമ്മുടെ നാടൻ പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ് ചെയ്തിരുന്നത്. ഈ പ്രാവശ്യം പ്രമേഹമുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് അവർക്ക് കുടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രുചികരമായ സ്ക്വാഷ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചും അത് കേടാക്കാതെ എങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. പ്രമേഹമുള്ള ആൾക്കാർക്ക് റെഡിമെയ്ഡായിട്ട് സ്ക്വാഷ് പോലെ കുടിക്കാൻ സാധിക്കുന്ന സാധനം നാരങ്ങ വെള്ളം. ഉപ്പിട്ട് ഹെർബൽ സാധനം കൊണ്ട് ചേർത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഹെർബൽ നാരങ്ങ വെള്ളത്തെക്കുറിച്ച് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഇതിനു മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് റെഡിമെയ്ഡ് സ്ക്വാഷ് ഐറ്റം എന്നുള്ള വിഭാഗത്തിൽ വരുന്നതാണ്. അത് എല്ലാവർക്കും കണ്ട് ആ രീതിയിൽ സ്ക്വാഷ് ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. എന്നാൽ നമുക്ക് വീടുകളിൽ സൂക്ഷിച്ചു വയ്ക്കാവുന്ന രീതിയിൽ കേടാകാതിരിക്കത്തക്ക രീതിയിൽ എങ്ങനെ പ്രമേഹമുള്ള ആൾക്കാർക്ക് കുടിക്കുന്നതിനുള്ള സ്ക്വാഷ് ഐറ്റങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കുന്നത്. ഏറ്റവും രുചികരമായ സ്ക്വാഷ് പ്രമേഹമുള്ള ആൾക്കാർക്ക് കുടിക്കുന്നതിനുള്ള ഏറ്റവും രുചികരമായ സ്ക്വാഷ് നെല്ലിക്ക കാന്താരി സ്ക്വാഷാണ്. അതേപോലെ തന്നെ രുചികരമാണ് പച്ചമാങ്ങ കാന്താരി സ്ക്വാഷും. ഈ രണ്ട് സ്ക്വാഷുകളുമാണ് പ്രമേഹമുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ രണ്ട് സാധനങ്ങൾക്കും പ്രമേഹമുള്ള ആൾക്കാർക്ക് അവരുടെ പ്രമേഹം കൂടാതിരിക്കുന്നത്, ഷുഗറിൻ്റെ അളവ് കൂടാതിരിക്കുന്നത് എന്ന് മാത്രമല്ല, അത് മരുന്നായിട്ട് കൂടി മാറുന്ന നെല്ലിക്ക കാന്താരി സ്ക്വാഷിൻ്റെ അകത്ത് നെല്ലിക്കയും അതുപോലെ തന്നെ കാന്താരി മുളകും അതോടൊപ്പം തന്നെ പഞ്ചസാര നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഉപ്പ് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ നമ്മൾ സാധാരണ ഉപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇന്ദുപ്പാണ് കൂടുതൽ ഉത്തമം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അവർക്ക് അതിനകത്തേക്ക് ചേർക്കാവുന്ന സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹെർബലായിട്ടുള്ള ഇലകൾ, കരിവേപ്പില അല്പം ചേർക്കാം, പുതിനയില അല്പം ചേർക്കാം, ഇഞ്ചിയും ചേർക്കാം. ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഒരു ഹെർബൽ സ്ക്വാഷ് എന്നുള്ള രീതിയിൽ തയ്യാറാക്കുന്ന സ്ക്വാഷ് വളരെ രുചികരമായിരിക്കും. ഞാൻ സൂചിപ്പിച്ചു, നെല്ലിക്ക കാന്താരി സ്ക്വാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നെല്ലിക്ക ഉപയോഗിക്കണം. 1 ലിറ്റർ നെല്ലിക്ക പൾപ്പ്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1.5 ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് അതിലേക്ക് നമുക്ക് കാന്താരി മുളക് ചേർക്കണം, ഉപ്പ് ചേർക്കണം. അതിന് പുറമേ കറിവേപ്പില ചേർക്കാം, ഇഞ്ചി ചേർക്കാം, പുതിനയില ചേർക്കാം. ഇത്രയും സാധനങ്ങൾ അതിനകത്ത് പുതിനയില, ഇഞ്ചി, കാന്താരി മുളക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഫൈനായിട്ട് അരച്ചെടുക്കുന്നതാണ് ഉത്തമം. ആദ്യമേ തന്നെ പൾപ്പെടുക്കുക. പൾപ്പെടുക്കുന്ന ഒന്ന് ജ്യൂസറി പൾപ്പെടുക്കാം, അതല്ലെങ്കിൽ മിക്സിയിൽ പൾപ്പെടുത്ത് അരിച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് ഒരു 1.5 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ ചേർക്കാം. 1.5 ലിറ്ററാണ് ഏറ്റവും തിക്നെസ് കൂടുതലായിരിക്കും.
അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചി, അതിലേക്ക് അല്പം ചേർക്കേണ്ട ആവശ്യമുണ്ട്. ഒരു 100, 125, 150 ഗ്രാം ഇഞ്ചി ചേർക്കാം. കരിവേപ്പില പാകത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഒരു 100 ഗ്രാമിനടുത്ത്, 100 ഗ്രാമിൽ താഴെ ഒരു 90 മുതൽ 100 ഗ്രാം വരെ ഉപ്പ് ചേർക്കാം. കാന്താരിമുളകും ഇതേ രീതിയിൽ തന്നെ കാന്താരിമുളകും ചേർക്കാം. കാന്താരിമുളക് വളരെ കുറഞ്ഞ അളവിൽ മതി, ഇല്ല എങ്കിൽ കുടിക്കാൻ പറ്റിയില്ല. ഒരു 20 ഗ്രാമിൽ താഴെയായിട്ട് കാന്താരിമുളക് ചേർക്കാം. പിന്നെ ചേർക്കാവുന്ന ഹെർബലായിട്ടുള്ള മസാല ഐറ്റങ്ങൾ കറിവേപ്പില, പുതിനയില, ഇങ്ങനെയുള്ള സാധനങ്ങളോട് ഇതിൻ്റെ അകത്ത് നന്നായിട്ട് അരച്ച് ചേർത്ത് അത് തിളപ്പിച്ച് ഉണ്ടാക്കുന്ന സാധനമാണ് നെല്ലിക്ക കാന്താരി സ്ക്വാഷായിട്ട് ഉപയോഗിക്കുന്നത്. വളരെയധികം ഔഷധ ഗുണമുള്ള സാധനമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പ്രമേഹമുള്ള ആൾക്കാർക്ക് അത് ഉപയോഗിക്കുന്നത് വളരെ പ്രയോജനപ്രദവുമാണ്. ഇത് പ്രമേഹമുള്ളവർക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ക്വാഷ് എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. പ്രമേഹമുള്ള ആൾക്കാർക്ക് സാധാരണ പഞ്ചസാര ചേർത്തിരിക്കുന്ന സ്ക്വാഷ് കുടിക്കുന്നത് കൊണ്ട് ദോഷം ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് കുടിക്കുന്നതിന് വേണ്ടി സ്ക്വാഷ് ഉൽപ്പന്നങ്ങൾ ഒന്നും ഇല്ലാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ അകത്ത് ഉപ്പും കാന്താരിമുളകൊക്കെ ചേർക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. നെല്ലിക്ക കാന്താരി സ്ക്വാഷ് അതിൻ്റെ ഡൈല്യൂട്ടിംഗ് റേഷ്യോ 2 ടേബിൾ സ്പൂൺ സ്ക്വാഷ് എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കണക്കിനായിരിക്കും അതിൻ്റെ അളവെല്ലാം. അപ്പോൾ എല്ലാ സ്ക്വാഷ് ഐറ്റങ്ങൾക്കും ഡൈല്യൂട്ടിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ സ്ക്വാഷ് എടുക്കുക. അതായത് 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് വലിയ ടേബിൾ സ്പൂൺ, അത് 15 ml ആണ്. അതിൻ്റെ 2 ടേബിൾ സ്പൂൺ എടുത്ത് എന്ന് പറഞ്ഞാൽ 30 ml ആണ്. ആ 30 ml എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുക. അത് കണക്കിനുള്ള രുചികരമായിട്ടുള്ള ഒരളവായിരിക്കും. ഇനി അടുത്ത സ്ക്വാഷായിട്ട് പ്രമേഹമുള്ള ആൾക്കാർ കഴിക്കുന്നതിന് വേണ്ടി ഞാൻ പറയുന്നത് പച്ചമാങ്ങ കാന്താരി സ്ക്വാഷാണ്. പച്ചമാങ്ങ കാന്താരി സ്ക്വാഷ്, പച്ചമാങ്ങ ഇതുപോലെ തന്നെ 1 ലിറ്റർ പൾപ്പെടുക്കുക. മറ്റ് അളവുകളെല്ലാം തുല്യമാണ്. അതിനകത്തേക്ക് ചേർക്കേണ്ട കാന്താരിമുളക്, ഇഞ്ചി, പിന്നീട് അതിലേക്ക് ചേർക്കേണ്ട സാധനം ഹെർബലായിട്ടുള്ള മസാല ഐറ്റങ്ങളാണ്. ഹെർബൽ മസാല ഐറ്റങ്ങൾ നേരത്തെ പറഞ്ഞ മസാല ഐറ്റങ്ങൾ തന്നെയാണ്. അതിൻ്റെ അകത്ത് പാകത്തിന് ഉപ്പിൻ്റെ അളവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സാധാരണ ഉപ്പ് പകരം ഇന്ദുപ്പ് ഉപയോഗിച്ചാൽ കൂടുതൽ ഉത്തമമായിരിക്കും. ഇന്നിപ്പോൾ അയഡിൻ ഉപയോഗിക്കാത്ത ഉപ്പുകൾ കിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അത്രയും ഗുണകരമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ദുപ്പ് ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്. അപ്പോൾ ഈ രീതിയിൽ പച്ചമാങ്ങ സ്ക്വാഷും ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ പ്രമേഹമുള്ള ആൾക്കാർക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ രുചികരമായ സ്ക്വാഷ്, അത് ദീർഘനാൾ വെച്ചിരുന്നാലും കേടാകാതിരിക്കത്തക്ക രീതി. ദീർഘനാൾ എന്ന് പറഞ്ഞാൽ സ്ക്വാഷിൻ്റെ എല്ലാം ലൈഫ് എന്ന് പറയുന്നത് ഒരു 6 മാസമാണ്. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേടാകിയല്ല. നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ സ്ക്വാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരിക്കലും കേടാകില്ല. പക്ഷേ 6 മാസം കഴിയുമ്പോൾ അതിൻ്റെ രുചി കുറയാൻ തുടങ്ങും. രുചി കുറയാൻ തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ് എക്സ്പയറി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ക്വാഷ് ഐറ്റങ്ങൾ ഉണ്ടാക്കി നമ്മുടെ പ്രമേഹമുള്ള ആൾക്കാർക്ക് അവർക്ക് ദാഹിക്കുന്ന സമയത്ത്, അല്ലെ വീട്ടിലാരെങ്കിലും പ്രമേഹമുള്ള ആൾക്കാർ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്നതിനുള്ള സ്ക്വാഷ് ഇങ്ങനെ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച് കുപ്പികളാക്കി നമുക്ക് ആ സമയത്ത് തന്നെ എടുത്തു കൊടുക്കാൻ സാധിക്കും. റെഡിമെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഹെർബൽ ലൈം ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താൽ മതി. അത് വളരെ രുചികരമാണ്. അതെല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് തന്നെ, ഇതേ രീതിയിലുള്ളൊരു വീഡിയോയിലേക്ക് തന്നെ ഞാൻ പോകുന്നുണ്ട്. അത് നമ്മുടെ മരുന്നുകളുടെ എസൻസ് ചേർത്ത് എങ്ങനെയാണ് സ്ക്വാഷ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അങ്ങനെ മരുന്നുകളുടെ എസൻസ് എടുത്ത് ഉണ്ടാക്കാൻ സാധിക്കും. ജാതിക്കയുടെ എസൻസ് എടുക്കാം, അതുപോലെ തന്നെ നറുനീണ്ടിയുടെ എസൻസ് എടുക്കാം, ഇഞ്ചിയുടെ എസൻസ് എടുക്കാം. അങ്ങനെയുള്ള സ്ക്വാഷുകളെല്ലാം ഉണ്ടാക്കുന്ന എസൻസ് എങ്ങനെയാണ് പഴങ്ങളിൽ നിന്നുള്ള നമ്മുടെ മസാല സ്പൈസി ഐറ്റങ്ങളിൽ നിന്ന് എങ്ങനെയാണ് എസൻസ് എടുക്കാൻ സാധിക്കുന്നതെന്നും ആ രീതിയിൽ എങ്ങനെ സ്ക്വാഷ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ അടുത്തായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ വീഡിയോ കേട്ടിരുന്ന എല്ലാവരും ഇതൊന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുകയും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ വളരെ എളുപ്പത്തിൽ
ഇത്തരത്തിലുള്ളൊരു വീഡിയോ യൂട്യൂബിൽ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും അതനുസരിച്ച് ഈ വീഡിയോകളെല്ലാം കാണാൻ സാധിക്കും. ഞാൻ ഇതുവരെ 16 വീഡിയോകളാണ് നമ്മുടെ നാടൻ ഉൽപ്പന്ന നിർമ്മാണ രംഗത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പോരായ്മകൾ അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. യൂട്യൂബ് ചാനൽ എടുത്തിട്ട് സ്വദേശി GCRD ന്യൂസ് എന്നുള്ള യൂട്യൂബ് ചാനൽ എടുത്തിട്ട് ഏത് വീഡിയോ ആണ് കാണേണ്ടത് ആ വീഡിയോയുടെ പേര് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.